നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ MLA തന്റെ ഫേസ്ബുക്ക് ലൈവിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് തളിപ്പറമ്പ് DYSP ഓഫീസിൽ ഹാജരാകാനുള്ള ദിവസം കഴിഞ്ഞ ദിവസമായിരുന്നു. എന്നാൽ സ്വപ്ന സുരേഷ് ഹാജരായിരുന്നില്ല. ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ബാംഗ്ലൂരിലെ അവരുടെ താമസ സ്ഥലത്തെത്തി തളിപ്പറമ്പ് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഡിസംബർ 22-ന് ഹാജരാവാൻ കഴിയില്ല എന്ന് സ്വപ്ന സുരേഷ് അറിയിച്ചു എന്ന് പോലീസ് പറയുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ MLA അപകീർത്തിപ്പെടുത്തിയതായി കാണിച്ചതായി CPM തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് തെളിവെടുപ്പിന് ഹാജരാവാൻ സ്വപ്നയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നത്. ഡിസംബർ 27-ന് ഹാജരാകണമെന്നാണ് സ്വപ്ന DYSP ഓഫീസിൽ അറിയിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. ഇതിനിടെ MV ഗോവിന്ദൻ മാസ്റ്റർ കോടതിയിൽ നൽകിയ അപകീർത്തി കേസിൽ വിചാരണയ്ക്ക് ഹാജരാവാൻ സ്വപ്ന സുരേഷിനും വിജേഷ് പിള്ളയ്ക്കും തളിപ്പറമ്പ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ജനുവരി 4-ന് ഹാജരാവാനാണ് സമൻസ് നൽകിയിട്ടുള്ളത്. CPM കേന്ദ്രമായ തളിപ്പറമ്പിൽ വിചാരണയ്ക്ക് ഹാജരാവാൻ തനിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി സ്വപ്ന സുരേഷ് തടസ്സവാദം ഉന്നയിച്ചിരുന്നുവെങ്കിലും കോടതി പരിഗണിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് തളിപ്പറമ്പ് DYSP ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ച് ശ്രീകണ്ഠാപുരം SIയുടെ നേതൃത്വത്തിലുള്ള സംഘം ബാംഗ്ലൂരിൽ എത്തിയതും സ്വപ്നയ്ക്ക് നോട്ടീസ് നൽകിയതും. നാട്ടിൽ കലാപം ഉണ്ടാക്കാനാണ് സ്വപ്ന സുരേഷ് തന്റെ ഫേസ്ബുക്ക് ലൈവിലൂടെ മണ്ഡലം MLAയും CPM സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോവിന്ദനെതിരെ നടത്തിയ പരാമർശത്തിലൂടെ ശ്രമിച്ചത് എന്നായിരുന്നു CPM തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി സന്തോഷ് കുമാർ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് എത്തുമോ വരുമോ, അവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല വാർത്തകളും പുറത്തു വന്നിരുന്നു, ചോദ്യചിഹ്നങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് ഹാജരായിരുന്നില്ല. 27-ാം തീയതി ഹാജരാകാമെന്നാണ് പറയുന്നത്. എന്തായാലും അടുത്ത ആഴ്ച സ്വപ്ന സുരേഷ് എത്തുമ്പോഴേക്കും എന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. എന്നാലും വളരെ സുരക്ഷയോട് കൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ വരുന്ന വഴി അല്ലെങ്കിൽ സ്വപ്ന സുരേഷ് ചോദ്യം ചെയ്യലിന് എത്തുമ്പോൾ സ്വപ്നയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടമോ ഉണ്ടായാൽ, ആക്രമണം ഉണ്ടായാൽ അത് തീർച്ചയായും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ ഗുരുതര വീഴ്ചയാകുമെന്ന് പറയും. കാരണം കോടതി തന്നെയാണ് സ്വപ്ന സുരേഷിന്റെ ഈ ഒരു ആവശ്യം അവഗണിച്ചുകൊണ്ട് ഇത്തരം ഒരു ഭീഷണി ഉണ്ടെങ്കിൽ അതിനുള്ള സുരക്ഷ ഒരുക്കേണ്ടത് പോലീസിന്റെ ചുമതലയാണെന്നും എന്തായാലും ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്നും ആവശ്യപ്പെട്ടത്. എന്തായാലും അത്തരം ഒരു സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്തായിരിക്കും പൂർണ്ണ ഉത്തരവാദിത്തം. അങ്ങനെ ഒരു അനിഷ്ട സംഭവം ഉണ്ടാകാതിരിക്കാൻ പോലീസും പരമാവധി ശ്രമിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.